ഇരിക്കുന്ന അച്ഛനെയും അമ്മയും, എൻ്റെ അച്ഛൻ വീണ്ടും ഒരു പബ്ലിക് ഫിഗറാണ്, പറഞ്ഞോട്ടെ. എൻ്റെ അമ്മ അത് ചേട്ടാ ഇപ്പൊ പറയുവാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുണ്ട്. അതായത് വെറുതെ ഒന്ന് സോഷ്യൽ മീഡിയ ഇല്ല, അങ്ങനെ തുറന്നു പറയാനല്ല, വളരെ ഓബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ചേട്ടൻ തന്നെ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റിൻ്റെ അടിയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന നെയിം കോളിംഗ് എന്തൊക്കെ രീതിയിലാണ്. അതായത് എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന അച്ഛനെയും അമ്മയും, എൻ്റെ അച്ഛൻ വീണ്ടും ഒരു പബ്ലിക് ഫിഗറാണ്, പറഞ്ഞോട്ടെ. എൻ്റെ അമ്മയും ചേച്ചിമാരെ അമ്മ വരെ പറയുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പൊളിറ്റിക്കലി, അതായത് എന്നെ ഒരു പാർട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ, അതായത് എൻ്റെ അച്ഛൻ ഇപ്പോൾ ഒരു മിനിസ്റ്റർ ആയിരിക്കുന്ന അതേ പാർട്ടിയായിട്ട്, ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഒരു ഇഷ്ടം കൂടുതലില്ല. എനിക്ക് നല്ല വ്യക്തികൾ ഏത് പാർട്ടിയിൽ വന്നാലും അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അത് ഏത് പാർട്ടിയാണെന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ സംസ്ഥാനം, എൻ്റെ രാജ്യമാണ് വലുത്. എനിക്കപ്പോൾ വേറെ പൊളിറ്റിക്കലി നോക്കേണ്ട ആവശ്യമില്ല ഏത് പാർട്ടിയാണ് വരുന്നതെന്ന്. മേ ബി ഇന്റേണൽ പൊളിറ്റിക്സ് ദേ മൈറ്റ് ഹാവ് റീസൺസ്, പാർട്ടി വന്നാലേ നല്ലതാവും എന്നൊക്കെ പറയാൻ അവർക്ക് പല കാരണങ്ങളും കാണും. ഞാനൊരു സാധാരണ പൗരന്, എനിക്ക് എൻ്റെ നാട് നന്നായാൽ മതി, അത്രേ ഉള്ളൂ. സോ അങ്ങനെയുള്ള എനിക്കെതിരെ വരെ പൊളിറ്റിക്കലി ഇങ്ങനെ വരുമ്പോഴത്തേക്കും എഗൈൻ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അച്ഛനെ ടാർഗറ്റ് ചെയ്ത് വരുന്നതാവാം, പക്ഷേ അതിപ്പോൾ എൻ്റെ കരിയറിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കിത് ആരോട് എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. ഐ എം ജസ്റ്റ് ഓപ്പണിങ് അപ്പ് നിങ്ങളോടും പ്രേക്ഷകനോടും. എന്താണ് ഇതിൽ എനിക്കൊരു പോംവഴി എന്ന് ചോദിച്ച്, ഞാൻ ഓണസ്റ്റായിട്ട് എൻ്റെ ഒരു ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിച്ചോ നോക്കുന്ന ഒരാളാണ്. സോ ഓക്കെ അല്ലേ? എല്ലാ മേഖലയിലും അതിൻ്റെതായ നല്ലതും മോശവും ഉണ്ട്. ഈ റിവ്യൂസിനിടയ്ക്ക് തന്നെ ഇത് ഓണസ്റ്റായിട്ട് ചെയ്ത് അവരുടെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഏതോ ഒരു സിനിമേനെയും അനാവശ്യമായിട്ട് മോശം പറയാതെ സത്യമായ അഭിപ്രായം പറഞ്ഞ് പോകുന്ന റിവ്യൂവേഴ്സും ഉണ്ട്. അപ്പം അവരുടെ അവരുടെ തൊഴിലും കൂടെ ഇല്ലാതാക്കി കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. ഇത് സെലക്റ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരെ അതേപോലെ അവർ ചെയ്യുന്ന മിസ്റ്റേക്കിന് നമ്മൾ അതിനുള്ള ലീഗൽ ആക്ഷൻ സീക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം ഇത് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. ഇത് അവസാനത്തെ സിനിമയാക്കാനാണ്, ഇങ്ങനെ അവഹേളിക്കപ്പെടുന്ന അവസാനത്തെ സിനിമയാക്കി മാറ്റാനേ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. ഇനിയും നല്ല സിനിമകൾ ഇറങ്ങാനുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ഇൻഡിപെൻഡൻ്റ് ആയ പ്രൊഡ്യൂസേഴ്സിന് റിസ്ക് എടുക്കാൻ തോന്നണം. അതിനുള്ള ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് സേഫ്റ്റി മലയാളം സിനിമ കൊടുക്കണം. ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഓടുന്നത്.